പൊരുതി എൽദോസ് കുന്നപ്പള്ളി മാധ്യമങ്ങളോട് തികച്ചു വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം ഇനി കാത്തിരിക്കുകയാണ്. അല്ല, ആ തീരുമാനത്തിലേക്ക് ഒന്നും പോയിട്ടില്ല. എനിക്കിപ്പോൾ എൻ്റെ തീരുമാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എനിക്ക് സീറ്റ് നൽകണം. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി, പക്ഷെ വലിയ ലീഡിൽ ഞാൻ ജയിക്കും. പെരുമ്പാവൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലീഡിൽ എനിക്ക് ജയിക്കാൻ പറ്റും. എൻ്റെ പ്രസ്ഥാനം എന്നെ കൈവിടാതിരുന്ന. അല്ല, അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ പ്രവർത്തകർ കൂടുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തോ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ഒരേ ഒരു ആവശ്യവും ഏറ്റവും ചെറിയ ആവശ്യവും, ഞാൻ നിലവിലുള്ള എൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഒരവസരം കൂടി എനിക്ക് പാർട്ടി നൽകണമെന്നുള്ള അപേക്ഷയാണ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് എനിക്ക് ബൂത്ത് പ്രസിഡന്റുമാരുടെ മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് എൻ്റെ മണ്ഡലത്തിലെ വാർഡ് പ്രസിഡന്റുമാരുടെ മുന്നിലുള്ളത്. ആ അപേക്ഷയാണ് എനിക്ക് മണ്ഡലം ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് ഇവിടുത്തെ ജില്ലാ ഭാരവാഹികളുടെയും കാരണവന്മാരുടെയും മുൻപിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ അപേക്ഷ പരിഗണിച്ച് എനിക്ക് സീറ്റ് നൽകി കോൺഗ്രസിന് ഈ സീറ്റ് നഷ്ടപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ദില്ലിയിൽ ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. ഈ പ്രശ്നമുണ്ടായതിനു ശേഷം 2 തവണ പോയപ്പോഴും ആ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷപൂർവ്വമാണ് 2 യാത്രകളും തിരിച്ചു വന്നത്. നിങ്ങൾ എൻ്റെ മുഖം കണ്ടിട്ടാണല്ലോ, ഏറ്റവും ചിരിച്ച് സന്തോഷിച്ചാണ് ഞാൻ വന്നത്. കാരണം അവർ നൽകിയ ആത്മവിശ്വാസം, എൻ്റെ നേതാക്കന്മാരിൽ എനിക്ക് വിശ്വാസമുണ്ട്. ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി, വളരെ വാത്സല്യത്തോടുകൂടി എന്നോട് വളരെയധികം സമയം തിരക്കുണ്ടായിട്ട് ഇരുന്ന് സംസാരിക്കുകയും എന്നെ അനുഗ്രഹിച്ചാണ് അദ്ദേഹം അവിടെ നിന്ന് വിട്ടത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുകയും എനിക്ക് ആ സീറ്റ് നൽകാൻ വേണ്ടി പരിശ്രമിക്കുകയും വാദിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം മുഴുവൻ സമയം കൂടെ നിന്ന് ആ സീറ്റ് കിട്ടിയാൽ ഞാൻ ജയിക്കുമെന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ശ്രീ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും എൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും എന്നെ അറിയുകയും ചെയ്യുന്ന ഒരാളാണ്. ആരാണ് തടസ്സമെന്ന് എനിക്കറിയില്ല. ആ തടസ്സം ഇന്നോടുകൂടി മാറും. എനിക്ക് മത്സരിക്കാനുള്ളൊരു അവസരം സംജാതമാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. ഈ സമാന ആരോപണം നേരിടുന്ന വിൻസെന്റ് അടക്കമുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കുമ്പോഴാണ് അങ്ങനെ തഴയുന്നത്. അപ്പോൾ ഒരേ പന്തിയിൽ 2 തരത്തിലുള്ള വിളമ്പലാണോ കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്? കാരണം അങ്ങേ പരിഗണിക്കുന്നത് പോലും ആ രീതിയിലാണെന്നുണ്ട്. കാരണം 1.5 കൊല്ലമായിട്ട് ഈ മണ്ഡലത്തിൽ നിലവിൽ പ്രചരണം നടത്തുന്ന ഒരാൾ കൂടിയാണ്. ഞാനും വിൻസെന്റും നിരപരാധികളാണ് ഈ 2 കേസിലും. എനിക്കത് അറിയാം. വിൻസെന്റിനെ പരിഗണിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം അവിടെ വലിയ ലീഡിൽ ജയിക്കും. അതേ പരിഗണന എനിക്ക് നൽകണം. 2-3 ദിവസങ്ങളായി ഞാൻ കാത്തിരിക്കുന്നുള്ളൂ. എനിക്ക് ഇനി അവസാന നിമിഷം നോമിനേഷൻ കൊടുത്താലും ഞാൻ ജയിക്കും. വലിയ ലീഡിൽ ജയിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ പരിഗണന എന്നുള്ളത് പലർക്കും പല രീതിയിലാണ്. എനിക്ക് അത്ര പരിഗണന കിട്ടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ വലിയൊരു പുണ്യവാളനോ വലിയൊരു വ്യക്തിത്വത്തിന് ഉടമയോ വലിയൊരു നേതാവോ ഒന്നുമല്ല. ഞാനൊരു ഭൃത്യനാണ്. ഞാനൊരു ജനസേവകനാണ്. ഞാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ മുന്നിൽ വിനയത്തോടു കൂടി നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അതുകൊണ്ട് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട് ജനങ്ങളിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ 20 മക്കളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ MLA മാരായി. ഇപ്പോൾ സിറ്റിംഗ് MLA ശ്രീ K ബാബു, അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ള ഞങ്ങൾക്ക് 19 പേർക്കും കൊടുത്ത അതേ ഒരു പരിഗണന എനിക്ക് നൽകണം. നൽകാതെ പോകരുത്. അത് ജനങ്ങളിൽ. എൽദോസ് കുന്നപ്പള്ളി തികഞ്ഞ പ്രതീക്ഷയിലാണ്. തനിക്ക് തന്റെ പ്രസ്ഥാനം, തന്റെ പാർട്ടി സീറ്റ് നൽകുമെന്ന് അദ്ദേഹം പറയുന്നു, അദ്ദേഹം വിചാരിക്കുന്നു.